ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വിശേഷത്തിലേക്കാണ് പോകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തള്ളിമറിക്കലിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഖത്തർ നൽകിയ സമ്മാനമെന്ന് ട്രംപ് പറഞ്ഞ പറക്കും കൊട്ടാരം എന്ന വിശേഷണമുള്ള ബോയിങ് 747-8 എന്ന വിമാനം. ഇത് കാലപ്പഴക്കം മൂലം കാലാവധി തീരാറായ എയർഫോഴ്സ് 1 വിമാനങ്ങൾക്ക് പകരം ഉപയോഗിക്കാനാണ് ഖത്തർ അമേരിക്കയ്ക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ അണിയറ സംസാരങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 നിലവാരത്തിലേക്ക് ഖത്തറിന്റെ വിമാനത്തെ ഉയർത്താൻ ഇനിയും നിരവധി വെല്ലുവിളികൾ മറികടക്കണം. ഖത്തറിലെ ഡബിൾ ഡക്കർ ജെറ്റ് വിമാനം ഇക്കഴിഞ്ഞ മെയ് 11-ന് ഡൊണാൾഡ് ട്രംപ് ബോയിങ് 747-8 വിമാനം ഖത്തർ അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെയാണ് പുതിയ വിവാദങ്ങൾ തുടങ്ങുന്നത്. ഇത്രയും വിലയേറിയ സമ്മാനം വേണ്ട എന്ന് വെക്കാൻ മാത്രം വിഡ്ഢിയല്ല എന്നായിരുന്നു തന്റെ സന്ദർശനത്തിനിടെ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രതികരിച്ചത്. അതേസമയം ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ട്രംപിന്റെ സമ്മാനാവകാശവാദം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമാണ് എയർഫോഴ്സ് 1. ഇത് അമേരിക്കയുടെ സ്വകാര്യ അഭിമാനം കൂടിയാണ്. മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്, സുരക്ഷിത ആശയവിനിമയ സംവിധാനം, ഇതെല്ലാം അടക്കം നിരവധി സൗകര്യങ്ങളുള്ള വിമാനമാണിത്. ഇപ്പോഴത്തെ എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കുന്ന 747 കാലപ്പഴക്കം കൊണ്ട് വിരമിക്കൽ പ്രായം എത്തിയതാണ്. ഇതാണ് അമേരിക്ക നേരിടുന്ന വെല്ലുവിളി. 90കളിലാണ് ഈ വിമാനം എയർഫോഴ്സ് 1 ആയി ഉപയോഗിച്ചു തുടങ്ങിയത്. എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കാവുന്ന 2 പുതിയ ബോയിങ് വിമാനങ്ങൾ നിർമ്മാണത്തിലാണ്. 2018-ൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഓർഡർ നൽകിയ വിമാനങ്ങളുടെ നിർമ്മാണം 2027-ഓടെ മാത്രമേ പൂർത്തിയാവൂ എന്നതും പ്രതിസന്ധിയായി. എയർഫോഴ്സ് 1 വിമാനങ്ങൾ മാറ്റണം എന്ന കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും ഡെമോക്രാറ്റുകളും ഒറ്റക്കെട്ടാണ്. ഇതിന്റെ തുടർച്ചയായാണ് 2018-ൽ $3.9 ബില്യൺ കരാർ ബോയിങ്ങിന് അമേരിക്കൻ സർക്കാർ നൽകിയത്. ആദ്യഘട്ടത്തിൽ 2024-ൽ വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാവും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് നീട്ടുകയായിരുന്നു. ഇതോടെയാണ് പകരം വിമാനം കണ്ടെത്താനുള്ള അന്വേഷണം ട്രംപ് ആരംഭിച്ചത്. എയർഫോഴ്സ് 1 വിമാനമാവാൻ സൗകര്യങ്ങളുള്ള 8 വിമാനങ്ങൾ മാത്രമേ നിലവിൽ ലോകത്തുള്ളൂ എന്നായിരുന്നു കണ്ടെത്തൽ. ഇതിലൊന്നായിരുന്നു ഖത്തറിലെ ഡബിൾ ഡക്കർ ജെറ്റ് വിമാനം. അമേരിക്കയ്ക്ക് വേണ്ടി ഖത്തറുമായി വിമാനത്തിനായുള്ള ചർച്ചകൾ നടത്തിയത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയതന്ത്ര പ്രതിനിധിയായ വിറ്റ്കോഫ് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ വിമാനം വാടകയ്ക്ക് എടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ. 2012-ലാണ് ബോയിങ് ഖത്തർ ഭരണകൂടത്തിനായി $150 ദശലക്ഷം ഈ ജെറ്റ് വിമാനം നിർമ്മിച്ചു കൊടുത്തത്. ഫ്ലോറിഡയിലെ മാറേ-ലഗോ റിസോർട്ടിൽ ട്രംപ് കഴിയുമ്പോൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് ഈ വിമാനം അങ്ങോട്ടേക്ക് എത്തിച്ചു നൽകിയിരുന്നു. ട്രംപിന് നേരിട്ട് വിമാനത്തിലെ സൗകര്യങ്ങൾ കണ്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ആദ്യ കാഴ്ചയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിന് ഖത്തറിന്റെ ബോയിങ് 747-8 വിമാനം ഇഷ്ടപ്പെട്ടു. മനോഹരമായി രൂപകൽപ്പന ചെയ്ത കുളിമുറികളും കിടപ്പുമുറികളും വലിയ പടിക്കെട്ടുമുള്ള ഇരുനില ആഡംബര വിമാനമാണിത്. പ്രധാന കിടപ്പുമുറിയെ അടിയന്തര സാഹചര്യത്തിൽ ഓക്സിജൻ വിതരണമടക്കം ചികിത്സാ സൗകര്യങ്ങളുള്ള മുറിയുമാക്കി മാറ്റാം. പൂർണ്ണമായും നിവർത്താവുന്ന ബിസിനസ് ക്ലാസ് സൗകര്യങ്ങളുള്ള 12 സീറ്റുകളും ഈ വിമാനത്തിലുണ്ട്. ബോയിങ് 747-8 വിമാനത്തെ എയർഫോഴ്സ് 1 നിലവാരത്തിലേക്ക് ഉയർത്താൻ പുനർനിർമ്മിക്കേണ്ടി വരും എന്ന വെല്ലുവിളിയും അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. അത് വലിയ ചിലവുള്ള സംഭവമാണ്, സമയമെടുക്കുന്ന ജോലിയാണ്. ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങളും മിസൈൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഖത്തറിന്റെ ബോയിങ് വിമാനത്തിൽ ഇല്ല. അതിനുള്ള മോഡിഫിക്കേഷനുകൾ ചെയ്യണമെങ്കിൽ ഏറെ സമയമെടുക്കുകയും ചെയ്യും. അതിനാൽ ഖത്തർ വിമാനത്തിൽ ട്രംപ് പറക്കുമ്പോൾ സൈനിക വിമാനങ്ങളുടെ അകമ്പടിയും വേണ്ടിവരും. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ ഇത് എളുപ്പമല്ലാത്തതിനാൽ ട്രംപിന്റെ പുതിയ വിമാനം അമേരിക്കയ്ക്കുള്ളിൽ മാത്രമാവും പറക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ട്രംപിന്റെ സമ്മാനാവകാശവാദം ഇപ്പോൾ ചീറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.